അവസാനം ഇറാൻ സമ്മതിച്ചു അവർക്ക് ഇസ്രായേലുമായിട്ട് ഫർദർ ഇത് വാർ എസ്കലേറ്റ് ചെയ്യാനും താല്പര്യമില്ല, അടിക്കാനും താല്പര്യമില്ല. ഇതാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞ ഇസ്രായേൽ അറ്റാക്കിന് ശേഷം ഇറാന്റെ സ്ഥിതി എന്ന് പറയുന്നത് 10 വർഷം പിറകിലോട്ട് പോയി. ഇപ്പൊ കേരളത്തിലെ മീഡിയയും മറ്റ് സോഷ്യൽ മീഡിയ ഒരു സാറ്റലൈറ്റ് ചാനലും ഒക്കെ പറഞ്ഞു ഇറാൻ ഇപ്പോഴടിക്കും. ഇപ്പം എന്താണ് ഞാൻ കണക്ക് കൂട്ടി പറഞ്ഞത്? കാരണം അവരുടെ വാർ മെഷീനറി കംപ്ലീറ്റ് നശിപ്പിച്ചു. അവരുടെ മിസൈൽ സിസ്റ്റം, അതുണ്ടാക്കുന്ന ഫാക്ടറി, അതിൻ്റെ ഫ്യൂവല്, അതിൻ്റെ മോട്ടർ, ഇത് മുഴുവനും നശിപ്പിച്ചു. പിന്നെ അവർ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചിങ് പാഡ് അത് ഇല്ലാതാക്കി കളഞ്ഞു, കത്തിച്ചൂര കളഞ്ഞു. കാരണം അവർക്ക് ഇനി ഇസ്രായേലുമായിട്ടോ അടുത്തുള്ള ഒരു ചെറിയ രാജ്യമായിട്ടോ വാർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതായി. ഇതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഇറാനിയൻ പ്രസിഡന്റ് ഇന്നലെ കൊടുത്തൊരു പ്രസ്താവന. ട്രംപിനെ കൊണ്ട് മാത്രമേ കഴിയൂ ഈ റീജിയനിൽ സമാധാനം ഉണ്ടാക്കാൻ. ഇറാന്റെ സോവറിനാണ്, ഒരു സ്റ്റേറ്റാണ്, അതിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി ഇസ്രായേലിനെ അനുവദിക്കരുത് എന്ന് ട്രംപിനോട് കരയുകയാണ്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞത്? പിന്നീട് ബോംബ് ചെയ്ത ശേഷം ഇസ്രായേൽ കൊടുത്ത ചില വാണിംഗ് ഉണ്ട് ഇറാന്. എന്താ ചെയ്തത്? ഈ അവരുടെ ന്യൂക്ലിയറിൻ്റെ പല സൈറ്റുകളിൽ, അതായത് ഈ എൻറിച്ച് യുറേനിയം, മറ്റുള്ള മെക്കാനിസം പല പല ഭാഗത്തായിട്ടാണ്. അപ്പം അതിൻ്റെയൊക്കെ 2 കിലോമീറ്റർ ദൂരെ മാറി ഇസ്രായേൽ ബോംബ് ചെയ്തിട്ട് അവിടെ ലീഫ്ലെറ്റ് ഇട്ടിട്ടുണ്ട്, അതായത് പേർഷ്യൻ ഭാഷയിൽ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് എത്ര ദൂരെയാണ് ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്ന അണ്ടർഗ്രൗണ്ട്, അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇതെല്ലാം അടുത്ത പ്രാവശ്യം ഞങ്ങൾ ടാർഗറ്റ് ആയിരിക്കും. അവർക്ക് പേടിച്ചു പോയി. ഇതാണ് ഞാൻ പറയുന്നത്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു പൊരുത്തവുമില്ലാത്ത വാർത്തകൾ പടച്ചു വിടുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേരളത്തിൽ. അത് നാഷണൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറഞ്ഞു ഇതെല്ലാം തെറ്റാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവർ 100-ൽ പരം അവരുടെ എയർക്രാഫ്റ്റുകളാണ് അവിടെ ഫ്ലൈ ചെയ്തത്. ഇത് ഒരെണ്ണം പോലും ഇല്ല, മുഴുവനും തിരിച്ചെത്തി. അതായത് 2.5 മണിക്കൂർ കൊണ്ട് ഇറാൻ്റെ കേപ്പബിലിറ്റി, അതായത് കഴിഞ്ഞ 25 വർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത മിലിറ്ററി കേപ്പബിലിറ്റി മുഴുവനും നശിപ്പിച്ചു. അവർക്കിനി അത് വാർ ചെയ്യാനുള്ള കഴിവില്ല. ഒരു ചെറിയ രാജ്യത്തോട് പോലും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിലാക്കിയെടുത്തു. ഇതെല്ലാം വേണ്ടി കുന്തമൊക്കെ വേണ്ടായോ? ഇപ്പോഴത്തെ കണ്ടീഷനിലാണ് റഷ്യ കൊടുക്കത്തുമില്ല. അപ്പം ഇറാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഇസ്രായേൽ ഫൈറ്റ് ചെയ്യുമ്പോൾ, അറ്റാക്ക് ചെയ്യുമ്പോൾ റഷ്യ സപ്പോർട്ട് ചെയ്യുമെന്ന്. റഷ്യ മൈൻഡ് പോലും ചെയ്തില്ല. അവരവരുടെ പാടുമൊക്കെ അങ്ങ് പോയി. ചൈന വല്ലതും പറഞ്ഞു, ആരിലും വല്ലതും പറഞ്ഞു, അവിടെയുള്ള ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾ വല്ലതും പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ റിയാദ് സമ്മിറ്റിൽ, അതായത് അറബ് രാജ്യങ്ങളുടെ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യണം, അത് അമേരിക്കയ്ക്കേ പറ്റൂ. ട്രംപ് അതിന് അനുകൂലമായിട്ട് കാരണം ആ റീജിയൻ മുഴുവനും ഈ ഹമാസിൻ്റെ ആ ഇഷ്യൂ കൊണ്ട് നാശക്കോടാലിയായി. ആ റീജിയൻ മുഴുവൻ സമാധാനമില്ലാതായി മാറി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇമാർ വെറും പൊട്ടന്മാരാണ്. കാരണം ഇതിനെ ഫോളോ ചെയ്യുന്ന കേരളത്തിലെ ആൾക്കാരും ഇതിനെപ്പറ്റി അറിയാത്തവരാണ്. എന്താണ് വാർ എന്ന് പറഞ്ഞ ഗെയിമല്ല. നിങ്ങൾ ഈ TV കാണുന്ന ഗെയിമല്ല വാർ എന്ന് പറയുന്നത്. വാർ എന്ന് പറഞ്ഞ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അതിന് ടെക്നോളജി വേണം, വെപ്പൺസ് വേണം, അത്യാധുനികമായ പല ഉപകരണങ്ങളും വേണം, റഡാർ സിസ്റ്റം വേണം, സാറ്റലൈറ്റ് ഇമേജ് വേണം. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ വാർ ചെയ്യുന്നത്. അല്ലാതെ പഴയ ഒരു ടെക്നോളജിയും വെച്ചുകൊണ്ട് റഷ്യ കൊടുത്ത പാട്ട സാധനം വെച്ച് ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഇവർ ഡെവലപ്പ് ചെയ്ത പലതുമുണ്ട്. ഇത് മോഡേൺ യുഗവുമായിട്ട് ഒന്നിച്ചു പോകുന്നത്. കാരണം ഇറാൻ്റെ മേലുള്ള സാങ്ഷനാണ് വളരെ വർഷം കൊണ്ട്. അവർക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ മറ്റ് പല സാധനങ്ങളും വേണം. ഇതൊന്നും ഒരു രാജ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ എങ്ങനെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഒരു സമയത്ത് ഇറാൻ വലിയ രാജ്യമായിരുന്നു. പണ്ഡിതന്മാരും ടെക്നോളജിയും ഒക്കെ ഉള്ളവർ അതിനെ നാശക്കോടാലിയാക്കി ഇസ്ലാമിക റവല്യൂഷന് ശേഷം. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? അതായത് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു 5ഓളം പേര് മാത്രമേ ഇറാൻ്റെ ഇൻ്റർനാഷണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ മീഡിയയോടും അവിടെയുള്ള മീഡിയയോടും സംസാരിക്കുകയുള്ളൂ. 5 പേർ. ബാക്കിയുള്ളവരെല്ലാം ദൂരം, ഇൻക്ലൂഡിങ് ഖൊമൈനിയോട് പറഞ്ഞു മിണ്ടിപ്പോകരുത്. ഇപ്പം അറിയാൻ സാധിക്കുന്ന ഖൊമൈനിയെ വീട്ട് തടങ്കിൽ താമസിപ്പിച്ചിട്ട് അയാളോട് മിണ്ടരുന്ന് പറഞ്ഞിട്ടുണ്ട് ഒരക്ഷരം. ഇതാണ് സംഭവിച്ചത്. കാരണം അയാൾ ഡെത്ത് ത്രെട്ട്, അവനെ കൊല്ലുക, ഇവനെ കൊല്ലുക, രാജ്യത്തെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതൊന്നും നടപ്പിലാക്കാനുള്ള കേപ്പബിലിറ്റി ഇറാന് നശിച്ചു. അവിടെയുള്ള ജനങ്ങൾ ഇറാൻ്റെ കൂടെയില്ല. റിപ്പബ്ലിക് ഗാർഡ്സിൻ്റെ പല സീനിയറായിട്ടുള്ള ആൾക്കാരെയും അവരെ അവിടെ നിശബ്ദമായി കളഞ്ഞു, അവർ പോസ്റ്റിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. കാരണം അവരും കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അറബ് സമ്മിറ്റിനകത്ത് തന്നെ ഇറാൻ
അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്, ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളിൽ ഒന്നുമില്ല, ഞങ്ങളെ ആ രീതിയിലാക്കി മാറ്റി ഇസ്രായേൽ. ഇതാണ് അണ്ടർ ദ ടേബിൾ ടോക്സ് ഉണ്ടായിരിക്കുന്നത്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ട് സമ്മതിച്ചു, ഇവർക്കിനി കേപ്പബിലിറ്റി ഇല്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന 10 വർഷം പുറകിലോട്ട് പോയി. അവിടുത്തെ ഭരണകൂടം ഭയന്നിരിക്കുകയാണ് ട്രംപ് വന്ന ശേഷം. കാരണം അമേരിക്കൻ ഫോഴ്സും കൂടെ കയറി അറ്റാക്ക് ചെയ്യുമോ. ഇപ്പൊ അവരുടെ ഒറ്റ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്ത്. കാരണം അതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അറിയത്തില്ല എങ്ങനെ കൺട്രോൾ ചെയ്യണം. രണ്ടാമത് പറയുന്നത് അവരുടെ മേജറായിട്ടുള്ള എക്കോണമി എന്ന് പറയുന്നത് ഓയിലാണ്. ഇതിനെ അറ്റാക്ക് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ രാജ്യമില്ലാതായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈമാർക്ക് ബോധമില്ല. അങ്ങോട്ട് കയറി ചൊറിയാൻ പോയത് ഇപ്പം കരയുകയാണ്, മറ്റുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ നീ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം. എന്താണ് സൗദിയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒരാഴ്ച മുമ്പ് അറബ് സമ്മിറ്റിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞത്? ഇറാനാണ് ഈ പ്രദേശത്ത് ഇത്രമാത്രം ടെൻഷൻ കൊണ്ടുവന്ന രാജ്യം. എന്താണ് കാരണം? കാരണം അവർ ഹമാസിന് ആയുധം കൊടുത്തു, ഹൂത്തികൾക്ക് ആയുധം കൊടുത്തു, ഹിസ്ബുള്ളയ്ക്ക് ആയുധം കൊടുത്തു, അവരെ ട്രെയിനിങ് കൊടുത്തു. കാരണം അവൻ്റെ പണം മുഴുവനും ഈ മിലിഷ്യ ഗ്രൂപ്പിൻ്റെ തലയ്ക്കകത്ത് കൊണ്ടുവിട്ടു. അതുകൊണ്ട് ആ റീജിയൻ മുഴുവനും പ്രശ്നമാണ്. യമനിൽ എന്താ പ്രശ്നമില്ലയോ? ലെബനൻ ഈ പ്രശ്നമില്ലയോ? എവിടെയാണ് പ്രശ്നമില്ലാത്തത്? അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ ഇസ്രായേലിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇപ്പോൾ അവരുടെ ഫിനാൻസ് മിനിസ്റ്ററും അതേപോലെ തന്നെ അവിടുത്തെ ഈ സെറ്റിൽമെൻറ്റ് മിനിസ്റ്ററും പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് അനക്ഷറായിട്ട് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് ഇനി അത് പാലസ്റ്റീൻകാരൻ്റെ അല്ല, അവിടെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പോയി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇസ്രായേലി ഉള്ള പല ആൾക്കാരും കൺസർവേറ്റീവായിട്ടുള്ള ഇസ്രായേലിലെ മെസ്സിയാനിക് ഇസ്രായേലി ജൂസ് ലോകത്തുനിന്ന് മുഴുവനും തിരിച്ചു വരികയാണ്. ഇവരെ സെറ്റിൽ ചെയ്യണം. ഞാൻ പറയും ലെബനൻ്റെ ഭാഗം പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതേപോലെ പാലസ്റ്റീൻ എന്ന് പറയും വൺ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഇതാണ് ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ ഉപകാരം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവന്മാർ മണ്ടന്മാരാണ്, മണ്ടത്തിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പൊ ഇരുന്ന ട്രംപ് വന്ന ശേഷം ഉണ്ടായ സംഭവം എന്തുവാ? ഈ ഗാസയിൽ ശരിക്കും ബോംബ് ചെയ്യുക. ട്രംപ് പറഞ്ഞു, നതന്യാവിനോട് പറഞ്ഞു തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് സംഭവം. ഇതാണ് പിച്ച് മാറിയത്. ഇതെങ്കിലും മനസ്സിലാക്കുക. അതായത് ഗ്ലോബൽ പവർ തന്നെയാണ് അമേരിക്ക. അപ്പൊ അതിൻ്റെ ഒരു 51ാമത്തെ സ്റ്റേറ്റാണ് ഇസ്രായേൽ, മനസ്സിലാക്കുക. അപ്പൊ ഇസ്രായേലിനെ വിട്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ രീതിയിലാണ് ഈ സംഭവങ്ങൾ. ട്രംപ് വന്നൊരു പിക്ചർ അങ്ങ് മാറി. ഇതാണ് സംഭവിച്ചത്. അപ്പം ഇനി ട്രംപിൻ്റെ അടുത്ത ഉന്നതം എന്തായിരിക്കും അത് നമുക്ക് അടുത്ത ലക്ഷ്യം എന്താണ്? കാരണം ഉറപ്പായിട്ടും അയാൾ ഇസ്രായേലിൻ്റെ കൂടെയാണ് പൂർണ്ണമായിട്ടും. അതെല്ലാ അറബ് രാജ്യങ്ങൾക്കും, സൗദിക്കും, UAE-ക്കും, ഖത്തറിനും ഒക്കെ ശരിക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇസ്രായേലിനെ വിട്ടുള്ള കളി അമേരിക്ക ഒരിക്കലും ഉണ്ടാകില്ല. ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാ രീതിയിലും ഇവർക്ക് വെപ്പൺസ് എല്ലാം കൊടുത്ത് സഹായിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ മിസൈൽ അയക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, അമേരിക്ക 3rd മിസൈൽ കൊടുത്ത് അയച്ചു ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി. ഒരെണ്ണം പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇറാൻ ഭയന്നുപോയി എല്ലാ രീതിയിലും. കാരണം രാജ്യം പോലും നിലനിൽക്കുള്ള സംശയമായി. ഇതൊക്കെയാണ് ഓരോന്ന് പറയുമ്പോൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഈ രാജ്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ്, ജിയോ പൊളിറ്റിക്സ് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ നാളെ ഉണ്ടാകാൻ പോകുന്നത്. എന്താണ് ഈജിപ്റ്റ് പറയുന്നത്? പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. എന്താണ് ഈ ഇപ്പോഴൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വളരെ നാളിന് ശേഷം സൗദി അറേബ്യ കൊടുത്തിരിക്കുന്നത്? കാരണം ഈ പല രാജ്യങ്ങളിലെ സോവറിൻ സ്റ്റേറ്റ് ഉണ്ട്, അതിനകത്തോട്ട് ഇസ്രായേൽ ഇടപെടാതിരിക്കാൻ വേണ്ടി ട്രംപ് ഇടപെടണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം പിക്ചർ വളരെ ക്ലിയർ ആണ്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി. അതിന് കാരണക്കാരാരാ? അവർ തന്നെയാണ്. അവർ തന്നെ അത് അനുഭവിച്ചോളും. ഇതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.